കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലേക്കും BJPയുടെ NDAയുടെ ഇത്തരത്തിലുള്ള MLA ഓഫീസ് മാർച്ച് കുറ്റപത്രം തയ്യാറാക്കി MLAമാർക്കെതിരെയുള്ള കുറ്റപത്രം തയ്യാറാക്കി നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു MLA ഓഫീസ് മാർച്ച് എന്ന് പറയുന്നത് ഈ പത്തനാപുരത്തെയാണ്. മറ്റ് മണ്ഡലങ്ങളിലൊക്കെ അവിടുത്തെ വികസനത്തെ സംബന്ധിച്ചുള്ള വികസന പോരായ്മകളെ സംബന്ധിച്ചുള്ള കുറ്റപത്രം മാത്രമാണ് തയ്യാറാക്കേണ്ടി വന്നതെങ്കിൽ പത്തനാപുരത്ത് ഇവിടെ അവിഹിതം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ മന്ത്രിയുടെ പേരിലുള്ള കുറ്റപത്രം കൂടി തയ്യാറാക്കേണ്ട ഗതികേടിലേക്ക് ഈ നാട്ടുകാർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണ്ഡലത്തിന്റെ പ്രത്യേകത. ഇന്നിവിടെ BJPയുടെ NDAയുടെ ഈ മാർച്ചിൽ നിങ്ങൾക്ക് കാണാം, ഒരു ഫ്ലെക്സ് ഉണ്ട്. ഗണേശന്റെ തല വെച്ച പൂവൻകോഴി, അതിന്റെ പുറകിലുള്ളത് പൂവൻകോഴിയും പെടക്കോഴിയും ഒക്കെയുണ്ട്. ഈ ഗണേശൻ എന്ന് പറയുന്ന പൂവൻകോഴിയുടെ പുറകെ പോകുന്ന ഇവിടുത്തെ പെടക്കോഴികളെ വേണം ആദ്യം തല്ലാനെന്നാ ഞാൻ പറയുന്നത്. എന്ത് കണ്ടിട്ടാണ് ഇവളുമാരൊക്കെ ഈ ഗണേശന്റെ പുറകെ പോകുന്നത്? ഇപ്പൊ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് 5000 പ്രണയത്തെ കുറിച്ചാണ്. നമ്മൾ നല്ല പ്രണയത്തെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട് അല്ലേ? പ്രണയമെന്ന് പറയുന്നതിന് മനോഹരമായ അർത്ഥം അത് നമ്മുടെ പുരാണത്തിലുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു പ്രണയത്തെ നെഞ്ചിലേറ്റുന്നവരാണ് ഇവിടുത്തെ സനാതനികൾ അല്ലേ? മറ്റൊരു അവതാരമുണ്ടല്ലോ, ഉത്തമ പുരുഷന് ഉദാഹരണമായിട്ടുള്ള ശ്രീ മുകേഷിനെയും. ഇവിടുത്തെ രാജാവായിട്ടുള്ള പിണറായി വിജയൻ ഇടവും വലവും ഈ 2 കാമവരയന്മാരെ നിർത്തിക്കൊണ്ടാണ് ഭരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുണ്ടെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ മുഖ്യമന്ത്രിയുടെ ഇടവും വലവും നിൽക്കുന്ന ഈ 2 സിനിമാ നടന്മാരായിട്ടുള്ള മന്ത്രിമാർ ഈ നാട്ടിൽ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാ? ഇപ്പൊ നമ്മൾ ആരെങ്കിലുമാണോ ഈ വിവരം പുറത്തു വന്ന് പറഞ്ഞത്? ശ്രീ ഗണേശന്റെ ഒരു ഭാര്യ, മറ്റൊരു ഭാര്യ ഇതിനു മുമ്പ് പല കാര്യങ്ങളും പറഞ്ഞ് ആ പുസ്തകം അടച്ചു വെച്ച് ഇറങ്ങിപ്പോയി. പിന്നെ വന്നു കയറിയ ഈ ഭാര്യയും പുസ്തകം അടച്ചു വെച്ച് ഇറങ്ങിപ്പോയ കാഴ്ച നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത് സംഭവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ വികസനത്തെ കുറിച്ച് സംസാരിക്കാൻ പറയുമ്പോൾ ഇടതുപക്ഷം സംസാരിക്കുന്നത് ഇത്തരത്തിലുള്ള അവരുടെ മുഖ്യമന്ത്രിമാരുടെ ഇടവും വലവും നിൽക്കുന്ന, മുഖ്യന്റെ ഇടവും വലവും നിൽക്കുന്ന ഇത്തരത്തിലുള്ള മന്ത്രിമാരെ കുറിച്ച്. അവരുടെ നന്മകൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ 5000-ഉം 10000-ഉം മെറിറ്റിടുന്നത് 5000-ഉം 10000-ഉം സ്ത്രീകളെയൊക്കെ പ്രണയിച്ച് തള്ളിയിട്ടുണ്ട് എന്ന് പറയുന്നതില്ല. ഈ ഗണേശന് കഴിഞ്ഞ തവണ എത്രയാണ് ഭൂരിപക്ഷമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഗണേശന് കിട്ടിയ ഭൂരിപക്ഷത്തില് ഈ 5000 ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗണേശന് അടുത്ത തവണയും ഭൂരിപക്ഷം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണോ ഈ 5000-ഉം 10000-ഉം ഒക്കെ സ്ത്രീകളെ ഇങ്ങനെ പരസ്യമായിട്ട് പ്രണയിക്കുന്നത്? ഇതാണോ വിജയിക്കുവാനുള്ള മാർഗം? ഗണേശന്റെ വിജയത്തിലേക്കുള്ള മാർഗം ഇതാണോ? ഈ നാട്ടിലെ സ്ത്രീകളെ പ്രണയിക്കുക, തന്റെ വരുതിയിൽ കൊണ്ടുവരിക, 5 വർഷം കൂടുമ്പോൾ വോട്ട് ചെയ്യിക്കുക, അങ്ങനെ വീണ്ടും അധികാരത്തിലേക്ക് എത്തുക, പിണറായി വിജയനെ പോലെയുള്ള മന്ത്രിമാരെ അവരെ പറഞ്ഞു വരുതിയിൽ നിർത്തി മന്ത്രിപദം നേടിയെടുക്കുക. പക്ഷെ ഈ ഗണേശൻ ഇത്രയേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി. എപ്പോഴാ? തിരുവനന്തപുരത്ത് ഇന്ന് BJPയാണ് അവിടെ കോർപ്പറേഷൻ ഭരിക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ മേയർ VV രാജേഷ് പറഞ്ഞു, ഗണേശ, കോർപ്പറേഷന്റെ കാശ് കൊടുത്തു വാങ്ങിയ ഈ ബസ്സൊക്കെ ഇങ്ങോട്ട് തന്നോ, ഞങ്ങൾക്കറിയാം അതെങ്ങനെ ഇവിടെ ഓടിക്കണമെന്ന് പറഞ്ഞു. ഗണേശന് 1-2 കമന്റുകളൊക്കെ ആദ്യം പുറത്തുവിട്ടു. പക്ഷേ VV രാജേഷ് എന്ന് പറയുന്ന മേയറുടെ മുന്നിൽ മുട്ടുമടക്കിയ, തലകുനിച്ച ഗണേശന്റെ ആത്മധൈര്യം ഇത്രയേ ഉള്ളൂ എന്ന് നമുക്കറിയാം. ഗണേശൻ മീഡിയയുടെ മുന്നിൽ വന്ന് പലതും പറഞ്ഞിട്ടങ്ങ് പോകും. താരപരിവേഷമുള്ളത് കൊണ്ട് മീഡിയകളൊക്കെ കുറച്ച് പൊലിപ്പിച്ചതങ്ങ് കൊടുക്കും. പക്ഷേ
VV രാജേഷ് എന്ന് പറയുന്ന മേയറുടെ മുന്നിൽ മുട്ടുമടക്കി ഈ ബസ്സുകൾ തിരുവനന്തപുരത്ത് ഉൾവഴികളിലൂടെ ഓടിക്കുവാൻ തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞ ഗണേശനെ നമ്മൾ കണ്ടു. ഈ ഗണേശൻ ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. ഇന്നീ നൂറുകണക്കിന് ആളുകൾ ഒന്നീ ബാരിക്കേഡ് ഭേദിച്ച് അങ്ങോട്ട് ചെന്നാൽ ഗണേശൻ അത്ര മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഗണേശൻ ഈ മന്ത്രിപദത്തിൽ ഇരിക്കുന്നതെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അദ്ദേഹം പിണറായി വിജയന് ചെയ്തു കൊടുത്ത ചില സൗകര്യങ്ങളുടെ, അധികാരത്തിലേക്ക് എത്താൻ ചെയ്തു കൊടുത്ത ചില സൗകര്യങ്ങളുടെ പ്രതിഫലമായിട്ട് മാത്രം മന്ത്രിപദത്തിൽ ഇരിക്കുന്ന ആളാണ് ഇവിടുത്തെ ഗണേശൻ. അല്ലാതെ പത്തനാപുരത്ത് വികസനം കൊണ്ടുവന്നോ? പത്തനാപുരത്ത് ജൽജീവൻ പദ്ധതി എത്ര വീടുകളിൽ എത്തിച്ചിട്ടുണ്ട് MLA? നിങ്ങൾ ഉത്തരം പറയണം, പത്തനാപുരത്തുകാർ ഉത്തരം പറയണം. എത്ര വീടുകളിൽ എത്തിച്ചിട്ടുണ്ട്? ഇന്ന് അവിടെ ഒരു സ്മാരകം പോലെ ഒരു താലൂക്ക് ആശുപത്രി പണിയുന്നുണ്ട്, നല്ല കാര്യം. പക്ഷെ എത്ര വർഷമായി ഇവിടെ ഇദ്ദേഹം ഈ അധികാരത്തിലേക്ക് എത്തിയിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ല ഒരു ചികിത്സാ സമ്പ്രദായം ഏർപ്പെടുത്തുവാൻ ഗണേശന് ഇതിനു മുമ്പ് എന്തുകൊണ്ട് സാധിച്ചില്ല? ഇവിടെ റോഡുകൾ, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, ആ റോഡുകളുടെ പേരുകൾ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഗണേശൻ മന്ത്രിയായിരിക്കുന്ന, വെറും MLA അല്ല, ഗണേശൻ മന്ത്രിയായിരിക്കുന്ന പത്തനാപുരത്തെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുടെ എണ്ണം ഞങ്ങളുടെ കുറ്റപത്രത്തിലുണ്ട്. കുടിവെള്ളം എത്താത്ത വീടുകളുടെ എണ്ണം ഞങ്ങളുടെ കുറ്റപത്രത്തിലുണ്ട്. ചികിത്സ കിട്ടാൻ ബുദ്ധിമുട്ടുന്ന ഇവിടുത്തെ ആരോഗ്യ മേഖലയെ കുറിച്ച് ഞങ്ങളുടെ കുറ്റപത്രത്തിലുണ്ട്. ഇവിടെ ഏതു മേഖലയിലാ ഗണേശൻ വികസനം എത്തിച്ചത്? ഗണേശൻ മാത്രം വികസിക്കുന്നു. ഗണേശന്റെ കൂടെ നിന്ന് കറങ്ങുന്ന കുറച്ചു പേർ വികസിക്കുന്നു. അല്ലാതെ ഇവിടെ എവിടെയാണ് വികസനം എത്തിയിട്ടുള്ളത്?